പഴയ നാട്ടുമൊഴിയുണ്ട്, നിന്റെ ഏറ്റവും വലിയ ശത്രു അത് വെളിയിൽ നിന്നായിരിക്കില്ല, അത് നിന്റെ കുടുംബത്തിൽ തന്നെ ആയിരിക്കും. അതാണ് ഇപ്പോൾ ഇറാനും സംഭവിച്ചത്. എല്ലാവരും വിചാരിക്കും ട്രംപ് ആണ് ഖമേനിയെ കൊന്നത് എന്നുള്ളത്. പക്ഷെ തെറ്റായ ഒരു കാര്യമാണ്. ഇറാന്റെ പ്രതിപക്ഷ നേതാവ് റസാ പഹ്ലവിയാണ് ഇത് ശരിക്കും ഒറ്റിക്കൊടുത്തത്. കാരണം ഇദ്ദേഹം മരിച്ചാലാണ് ഈ പ്രതിപക്ഷ നേതാവിന് ഇറാൻ ഇനിയും ഭരിക്കാൻ പറ്റുള്ളൂ. ഇറാന് റസാ പഹ്ലവി ഭരിക്കുന്നതും ട്രംപ് ഭരിക്കുന്നതും ഒരേപോലെ തന്നെയാണ്. ശരിക്കും ട്രംപ് എന്തിനാ ഇറാനെ ആക്രമിച്ചത്? എന്താണ് അതിന് കാരണം? അദ്ദേഹം അതിന് പറഞ്ഞ കാര്യം അവിടുത്തെ സ്ത്രീകളെ മോചിപ്പിക്കാനും അവിടുത്തെ മുസ്ലിം അജണ്ട ഇല്ലാതാക്കാനും വേണ്ടിയിട്ടാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ സ്ത്രീകളെ മോചിപ്പിക്കാനാണെങ്കിൽ എന്തും കൊണ്ടാണ് അവിടെ പെൺകുട്ടികൾ, ഒന്ന് ആലോചിക്കൂ, പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളിൽ ബോംബിട്ട് അവിടെ തകർത്തത്? അപ്പൊ അതൊരു പുറന്തോട് മാത്രമല്ലേ? 1989 മുതൽ ഇറാന്റെ പ്രധാനമന്ത്രിയായിട്ട് അലി ഖമേനി അവിടെ വാണുകൊണ്ടിരിക്കുകയാണ്. അപ്പം മുതൽ അദ്ദേഹത്തിന്റെ ശത്രു അമേരിക്ക മാത്രമായിരുന്നു. ശരിക്കും അമേരിക്ക എന്തിനാ ഇറാനായിട്ട് ആദ്യം പ്രശ്നം ഉണ്ടായെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇറാൻ അണുബോംബ് നിർമ്മിക്കുന്നു, അത് ലോകത്തെല്ലാവരെയും അവരെ നശിപ്പിക്കും എന്നാണ് അമേരിക്ക പറയുന്നത്. എന്താണ്, അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അണുബോംബ് ഇല്ലാത്തതുകൊണ്ടാണോ അങ്ങനെ ചെയ്യുന്നത്? ശരിക്കും അമേരിക്കയ്ക്ക് എന്തിനാ ഇറാനോട് ഇത്ര വൈരാഗ്യം? എന്തിനാണ് ഇറാന്റെ ഭരണം അമേരിക്കയുടെ കയ്യിൽ വേണമെന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് അറിയുന്നില്ല. എല്ലാ രാജ്യങ്ങളും അമേരിക്ക പറയുന്നത് മാത്രം കേട്ടിരിക്കുമ്പോൾ, അവർ പറയുന്നതിന് ഒന്നും മറുപടി പറയാതെ അത് അനുസരിക്കുമ്പോൾ, പോരാട്ടമെങ്കിൽ പോരാട്ടം എന്ന് പറഞ്ഞിട്ട് തിരിച്ചടിച്ച ഒരേ ഒരു വ്യക്തി ഇറാൻ മാത്രമായിരുന്നു. ഇറാൻ ജയിക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നിട്ടും മരിക്കണവരെ അദ്ദേഹം പൊരുതുക തന്നെ ചെയ്തു. അമേരിക്കയ്ക്ക് ഇസ്രായേലിനുമെതിരെ ഒരു അടിയറവ് പറയാതെ പോരാടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ചരിത്രം തന്നെയാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തെ കൊല്ലാൻ കഴിയുമായിരിക്കും, പക്ഷെ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ പേരിഞ്ഞ് തേച്ചാലും മായ്ച്ചാലും നിങ്ങൾക്ക് ചരിത്രത്തിൽ നിന്ന് മാറ്റാൻ കഴിയുകയില്ല. അലി ഖമേനി മരിച്ചുപോയി എന്ന് പറയുന്നു, ഇതിനു മുമ്പ് അദ്ദേഹം മരിച്ചുപോയി തന്നെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് വെറും ഫേക്ക് ന്യൂസുകളായിട്ട് വന്നിട്ടുമുണ്ട്. ഇറാനായിട്ട് ഒരു സമാധാന ചർച്ച നടത്തുമ്പോഴും അവിടെ ബോംബിടുക, ഗാസയിൽ വീണ്ടും കൂട്ടക്കുരുതി നടക്കുക, വെനീസിലെ മന്ത്രിനെ തട്ടിക്കൊണ്ടുപോവുക, എന്തൊക്കെയാണ് ഇവിടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ശരിക്കും അമേരിക്കയും ഇസ്രായേലും ലോകം ഭരിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. നമ്മുടെ ഇന്ത്യയും റഷ്യയും 7 കടലിന് ഇക്കരെ നല്ല വൻ ശക്തികളായിട്ട് ഇരിക്കണവും കൊണ്ട് നമ്മളെ തൊടാൻ കഴിയുന്നില്ല എന്നേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമ്മളെയും തകർക്കാൻ അവരെന്തായാലും വന്നിരിക്കും. അത് പലപ്പോഴും ശ്രമിക്കാറുണ്ട്, പക്ഷെ അതിന് അവർക്ക് കഴിയാറില്ല. ഇപ്പൊ ഇറാൻ ഗൾഫ് കൺട്രീസിനെ ഒക്കെ ആക്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരു ചോദ്യം, എന്തിനാണ് അമേരിക്ക ഇറാനെ ആക്രമിച്ചത്? അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനെയും പോലെ ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് ഇറാൻ ഭീഷണിയായിരുന്നോ? ഇറാൻ അമേരിക്കയിലെ സൈനിക താവളങ്ങളെയാണ് ശരിക്കും പറഞ്ഞാൽ ആക്രമിച്ചത്. പക്ഷെ ഇറാൻ എന്ന രാജ്യം നിൽക്കുന്നതോ മൊത്തം അമേരിക്കയിലെ സൈനിക താവളങ്ങൾ എത്തിപ്പെട്ടുകൊണ്ട് തന്നെയാണ്. യുദ്ധം കൊണ്ട് ആർക്കും ഗുണം ഉണ്ടാവാറില്ല. പക്ഷെ ലോകത്ത് എവിടെ യുദ്ധം നടന്നാലും അത് അമേരിക്കയ്ക്ക് ഗുണം മാത്രമേ ചെയ്യാറുള്ളൂ. കാരണം ഡിഫൻസ് സ്റ്റോക്ക് നന്നായിട്ട് കയറി വരും. അവർക്ക് എപ്പോഴും ലാഭം മാത്രമേ ഉള്ളൂ, അവർ ലാഭം മാത്രമേ നോക്കാറുള്ളൂ. ഇസ്രായേൽ പാലസ്തീനെ എപ്പോഴും ആക്രമിക്കുമ്പോൾ ഹമാസിനെ ഒതുക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നൊരു വിചാരം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കാര്യങ്ങളുടെ പോക്ക് അങ്ങനെയല്ല. എല്ലാ രാജ്യങ്ങളുടെ അകത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാവുകയായിരുന്നു. ഇറാൻ എന്ന രാജ്യത്തിന്റെ അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ അമേരിക്ക ഇടപെടേണ്ട ആവശ്യമില്ല. ശരിക്കും ഇത് ഇറാന്റെ പ്രതിപക്ഷ നേതാവായ റൈസ് പഹേലിന്റെ ഒരു ആസൂത്രണം തന്നെയായിരുന്നു. ഇറാനിൽ പഹേലി ഭരിച്ചാലും ട്രംപ് ഭരിച്ചാലും ഒരേപോലെ തന്നെയാണ്. അയാൾ ശരിക്കും പറഞ്ഞ ഖമേനിനെ ഒറ്റിക്കൊടുക്കുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്.